ചില വ്യത്യസ്തമായ ആളുകൾക്കൊപ്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യും. സ്പേസ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വെർജിൻ ഗാലക്റ്റിക്കുമായിട്ട് അടുത്തിടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും അവരുടെ ഫീഡ്ബാക്കുകളും കോളുകൾ, കോൺഫറൻസുകളുണ്ട്, ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്, പ്രസൻറ്റേഷൻസ് ഉണ്ട്. പിന്നെ വർഷത്തിൽ 1-2 തവണ ഞങ്ങൾ ഗ്യാദർ ചെയ്യും. റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ചെയർമാൻ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാദറിങ്ങിൽ റിച്ചാർഡ് ബ്രാൻസൺ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആരാ? ചില്ലറക്കാരല്ല. വേറെ ലെവലേ. മനസ്സിലായില്ലേ? ഇപ്പം ന്യൂ മെക്സിക്കോ സ്റ്റേറ്റ് വെച്ച മീറ്റിംഗ് ന്യൂ മെക്സിക്കോയുടെ ഗവർണർ ഉണ്ടാവും. അതുപോലെ തന്നെ ആർണോൾഡ് ഷ്വാസ്നഗറെ പോലുള്ള ആക്ടേഴ്സ് ഉണ്ടാവും. ലിയനാർഡോ ഡികാപ്രിയോ ഒക്കെ ആയിരിക്കും മറ്റൊരു മീറ്റിംഗ് വരുന്നത്. അപ്പം നമ്മൾ 10-50 പേരേ ഉള്ളൂ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ. ഷോസ്നഗറിന് ഷേക്കൻഡ് കൊടുത്തിട്ടുണ്ടോ ശരിക്കും? പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുകയല്ലേ? അതെ, ആ അത് അടിപൊളിയല്ലേ? അല്ലാതെ ക്രൗഡല്ല, ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ ആണ്, ഫാമിലി മീറ്റിംഗ് ആണ് ഇത്. അതായത് ഫ്യൂച്ചർ അസ്ട്രോണറ്റ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, കാരണം അവർ ഇത്രയും വർഷമായിട്ട് ഈ വെർജിനെ വിശ്വസിച്ച് ആ കൂടെ നിൽക്കുന്നവരാ. അപ്പോൾ അത് നിരന്തര പരീക്ഷണങ്ങളും ടെസ്റ്റ് ഫ്ലൈറ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ പ്രിവിലേജ്ഡ് ഒരു സർക്കിളായിട്ടാണ് ഇദ്ദേഹം കണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ബ്രാൻസൺ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുകയും അദ്ദേഹം അതിനകത്ത് പ്രധാന ഗസ്റ്റായിട്ട് വരികയും ഇവരെയൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നത്.